സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ അടുത്ത ഘട്ട വിതരണം ആരംഭിക്കുന്നു. 2026 ജൂലൈ മാസം 24 മുതൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം ആരംഭിച്ചെങ്കിൽ പോലും ഒട്ടുമിക്ക ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക പൂർണ്ണമായും എത്തിച്ചേർന്നിട്ടില്ല. തുക വിതരണം സംസ്ഥാനത്ത് ഈ ആഴ്ച മുതൽ സജീവമാകുന്ന സാഹചര്യത്തിലാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുന്നത്. എന്നാൽ ഗുണഭോക്താക്കളിൽ ആശങ്ക ഉയർത്തി മസ്റ്ററിംഗിൽ കൂടി വിജയിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമാവും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുക എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. കർഷക തൊഴിലാളികൾക്കും മറ്റു പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കും ആശ്വാസമായ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗിലുണ്ടായ തടസ്സം സംശയാസ്പദവും ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുടെ മുന്നോടിയുമാണെന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാരുകളെ അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സാമൂഹ്യക്ഷേമ പെൻഷനെതിരെ നടപടികളുമായി നീങ്ങിയാൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ തുടക്കം കുറിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വർധനവ് സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത്. മസ്റ്ററിംഗ് ആരംഭിച്ചതിന് പിന്നാലെ അടിസ്ഥാന പെൻഷൻ 3000 രൂപയിലേക്ക് ഉടനടി ഉയർത്തുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ മസ്റ്ററിംഗിന് ശേഷം മാത്രമാവും ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുക. ഓഗസ്റ്റ് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് 2 ഗഡു പെൻഷൻ വിതരണം ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് പെൻഷൻ തുക വർധനവ് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത്. നിലവിലെ ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യാൻ പോകുന്ന ആനുകൂല്യം നേരത്തെ ഒരു തവണ മസ്റ്ററിംഗ് നടത്തിയിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഒരു മുടക്കവും കൂടാതെ എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കേന്ദ്രവിഹിതം 200 മുതൽ 500 രൂപ വരെയുള്ളത് ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉടൻ പ്രതീക്ഷിക്കാം. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.